നമസ്കാരം കൂട്ടുകാരെ. കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എന്തായാലും ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ എൻ്റെ സന്തോഷം മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നുവെച്ചാൽ എല്ലാവരും ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് സ്പോർട്സിനെയും ക്രിക്കറ്റിനെയും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ ഗെയിം കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ വുമൻസ് വേൾഡ് കപ്പ് 2025 ഈ സെമി ഫൈനലിൽ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരാണ് ഫൈനൽ എന്ന് ആണ് അവസാന റൺസിന് വരെ നമ്മൾ പിടിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യ ബിഗ് സല്യൂട്ട് വുമൻസ് ക്രിക്കറ്റ് ടീം ഇന്ത്യ അടിപൊളി. എടുത്തു പറയാൻ ഓൾ ഓവർ ഇന്ത്യ വുമൻസ് ടീം ആൻഡ് പ്രീതം കൗർ, ജെമിമ റോഡ്രിഗസ്, സ്മൃതി മന്ദാന, എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു. ഒരാൾ പോലും ബാറ്റ് ചെയ്ത് ഒരു 10 റൺസിന് താഴത്ത് ഇറങ്ങിയിട്ടില്ല. കാരണം വെച്ചാൽ അത് ടീം സ്പിരിറ്റാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. പ്രീതം കൗറൊക്കെ കളി ജയിക്കാനായിട്ട് 4 റൺസ് ഉള്ളപ്പോൾ കണ്ണീന്ന് വെള്ളം വരികയാണ്. ഇറ്റ്സ് സെമി ഫൈനലായിട്ടുള്ളൂ. അപ്പോഴേക്കും അപ്പോൾ അവരുടെ ആ വിജയം, സന്തോഷം എത്രമാത്രം നമുക്കുണ്ടെന്ന് അറിയാം. 338 റൺസ് 49.5 ബോളിൽ ഓസ്ട്രേലിയ എടുത്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇന്ത്യ വുമൻസ് ടീമിൻ്റെ ഈ ഇന്ത്യയിലത്തെ വേൾഡ് കപ്പിൽ ഒരുപാട് കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നത്. സെമി ഫൈനലിൽ വരെ എത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ അതുമാതിരത്തെ ടീമുകൾ, എല്ലാ വുമൻസ് ടീമും, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, വെരി സൂപ്പർ ടീമാണ്. എല്ലാവരും അടിപൊളിയാണ്, ഒന്നിനൊന്ന് മെച്ചം ടീമാണ്. എങ്കിലും ഇവരുടെ കൂടെ എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും എന്ന് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും വലിയൊരു മല തന്നെയായിരുന്നു നമ്മുടെ മുന്നിൽ സെമി ഫൈനലിൽ. തീർച്ചയായിട്ടും മെൻസ് ടീം ആണെങ്കിൽ പോലും നമ്മൾ കളി നിർത്തിപ്പോവും. അതായത് അങ്ങനെ ആവും അവസ്ഥ. കാരണം വെച്ച് കഴിഞ്ഞാൽ 54-ൽ 2ാമത്തെ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് സ്മൃതി മന്ദാന പോവാന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പ്ലെയറാണ് പോയത്. പക്ഷേ എങ്കിലും പിന്നെ അവിടെ നിന്ന് ജെമിമ റോഡ്രിഗസിൻ്റെ വെള്ളയാട്ടം തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുള്ളിക്കാരി ഇറങ്ങുമ്പോൾ നമുക്കൊരു എന്താണെന്നറിയുക, ഒരു നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഇറങ്ങുമ്പോൾ ഈ മനുഷ്യനെ കൊണ്ടൊക്കെ എങ്ങനെ സാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത കാലത്ത് 10-15 വർഷം മുമ്പ് വുമൻസ് ടീം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതൊക്കെയായിരുന്നു. പിന്നെ അത് ക്രിക്കറ്റ് 2020 വന്നു, വേൾഡ് കപ്പുകൾ വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അത് IPL ആയി, ക്രിക്കറ്റ് വളർന്നു. വുമൻസിൻ്റെ അവരുടെ സ്റ്റാമിന കൂടി വളരെ സൂപ്പറായിരുന്നു. ബോളിങ്ങിൽ കുറച്ച് അപാധകളുണ്ടെങ്കിലും ബാറ്റിങ്ങിൽ തകർത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുമായിട്ടുള്ള ആ വിജയം അത് ചെറുതായി കാണാൻ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് 48.3 ബോളിൽ വിജയിച്ചു. ബാക്കി 9 ബോൾ ബാക്കി വെച്ച് 341 റണ്ണ് ഇന്ത്യ വിജയം കൈവരിച്ചു. സന്തോഷം. ഈ സന്തോഷം അറിയിച്ചില്ലെങ്കിൽ ഒന്നും പറയാനില്ല. വേറെ ഇടാൻ പറ്റില്ല. കാരണം അത്രമാത്രമുള്ള സൂപ്പർ വീഡിയോ ആണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ സന്തോഷം കൊണ്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ എൻജോയ് ചെയ്യാം. ഇനി അടുത്ത ഫൈനൽ നമുക്ക് വാച്ച് ചെയ്യാം. സൗത്ത് ആഫ്രിക്കയാണ്. ഇതിൽ ചിലപ്പോൾ പറയും ഇന്ത്യയിലാണ്, ഇനി അപ്പോൾ അതിനെ കോൺട്രവേഴ്സി ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും കളിച്ച് നേടിയിട്ടാണ്. കാരണം വെച്ചാൽ പ്രീതം കൗറിൻ്റെ കണ്ണിൽ നിന്നുള്ള കരച്ചിലും ജെമിമ റോഡ്രിഗസിനെ മാനസ് വെച്ച് കൊടുക്കുമ്പോഴുള്ള കരച്ചിലൊക്കെ നമുക്ക് കണ്ടറിയാം. റിയൽ. ഓക്കെ, ബിഗ് സല്യൂട്ട് പ്രീതം കൗർ ആൻഡ് എല്ലാവരും ഓൾ ഓവർ ഇന്ത്യ ടീം, കോച്ചസ്. താങ്ക് യു എല്ലാ കൂട്ടുകാരും വാച്ച് ചെയ്യാം പ്ലീസ്. താങ്ക് യു. എല്ലാവരും ഇതിൽ എൻജോയ് ചെയ്യുക.